വണ്ടി i20 ആണ്. കസാര കംപ്ലൈൻറ്റ്, വണ്ടിക്ക് പിക്കപ്പ് ഇല്ലെന്ന് കേട്ടോ. പിന്നെ നമുക്ക് ECM ഒട്ട് റീഡ് ആവുകയില്ല. ബാക്കിയുള്ളതൊക്കെ BCM ഇമ്പേഴ്സൊക്കെ റീഡാവും, പക്ഷേ നമുക്ക് ECM റീഡ് ആവുകയില്ല. അതിൻ്റെ കംപ്ലൈൻറ്റ്. വണ്ടിക്ക് പിക്കപ്പ് ഇല്ലാത്ത കംപ്ലൈൻറ്റ്, അപ്പോൾ അതിന് വേണ്ടി വണ്ടി ഉണ്ടാകും. ഇതായിരിക്കും ഇതിൻ്റെ അവസ്ഥ കേട്ടോ. എൻജിൻ കൺട്രോൾ ബോർഡിൽ മാത്രം നോട്ട് എക്യുപ്ഡ് കാണിക്കും. ബാക്കിയുള്ളതൊക്കെ റീഡാവുന്നുണ്ട്. ESC BCM അതൊക്കെ റീഡാവും. വണ്ടിക്ക് പിക്കപ്പേ ഉണ്ടാവില്ല. നമ്മളിതിൻ്റെ MAP സെൻസർ, IAT സെൻസറൊക്കെ ചെക്ക് ചെയ്ത് കേട്ടോ. പക്ഷേ അതിൻ്റെ വയറിങ്ങിലെ കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കാണിക്കുന്നില്ല. ECMൻ്റെ ഭാഗം നോക്കി, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് കണ്ടൊരു കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണിച്ചു. ഇതിൻ്റെ i20 മോഡൽ വണ്ടിക്ക് ന്യൂട്രൽ സ്വിച്ചിൻ്റെ ലൈൻ കറക്റ്റ് അല്ലെങ്കിൽ വണ്ടിക്ക് പിക്കപ്പ് ഉണ്ടാവില്ല കേട്ടോ. അതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. എൻ്റെ ലൈൻ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വയർ കണ്ടില്ലേ, വയറൊക്കെ പൊട്ടിക്കിടക്കുകയാണ് ഇതിനകത്ത്. ഇപ്പോൾ വേറെ നമ്മൾ ലൂപ്പ് ചെയ്ത് വേറെ വയറാക്കിയേക്കുന്ന കേട്ടോ കാണുന്നുണ്ടോ. ന്യൂട്രൽ സ്വിച്ചിൻ്റെ ലൈൻ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് ഈ സ്വിച്ചിലേക്കുള്ള ലൈൻ കറക്റ്റ് അല്ലെങ്കിൽ വണ്ടിക്ക് പിക്കപ്പ് ഉണ്ടാവില്ല കേട്ടോ. ആ ലൈൻ ബ്രേക്കായി പോയിട്ടാണ് ഈ വണ്ടിക്ക് പിക്കപ്പ് ഉണ്ടാവുമായിരുന്നു. അത് ക്ലിയർ ചെയ്തപ്പോൾ വണ്ടി ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഗിയർ ബോക്സ് ഒക്കെ അടിക്കുന്ന സമയത്താണ് ആ ലൈൻ വലിയ കാര്യമാക്കാറില്ല. അപ്പോൾ ആ ലൈൻ ചിലർ ഊരിയിട്ടൊക്കെ വിടുന്ന കാണാം. ആ സമയത്ത് വണ്ടിക്ക് പിക്കപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ലൈൻ എന്തായാലും എല്ലാ പിക്കപ്പ് ഇല്ലാതെ i20 ഡീസൽ മോഡൽ വണ്ടികൾക്ക് ന്യൂട്രൽ സ്വിച്ചിൻ്റെ ലൈൻ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അല്ല ചെയ്തേക്കുന്നതാണ്.